ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കുറച്ച് മടി പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. മടി പിടിച്ചാലും പണികൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഏകദേശം പണികളൊക്കെ തീർത്തു. പിന്നെ കറിയുടെ കാര്യം ചിന്തിച്ചപ്പോൾ ചമ്മന്തി ഉണ്ടാക്കി, ഉണക്കമീനും വറുത്ത് ചോറുണ്ടാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കറി വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി. നാളികേര ചമ്മന്തി. കുറച്ച് നാളികേരം എടുത്തിട്ട് അതിലേക്ക് ജീരകം ഇട്ടു കേട്ടോ. ജീരകം, ഉള്ളി, പച്ചമുളക്, നമ്മുടെ കാന്താരി മുളക് ഇവിടെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. അത് പൊട്ടിച്ചത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ഇഞ്ചി, ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തു കേട്ടോ. പുളിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തു. അത് കഴിഞ്ഞ് ഉണക്കമീൻ തൊലി കളഞ്ഞ് 2 ഉണക്കമീൻ എടുത്ത് തൊലി കളഞ്ഞ് വറുത്ത് രാവിലെ അതും പിന്നെ ചമ്മന്തിയും കൂട്ടി അങ്ങനെ ചോറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കറി വയ്ക്കാനായിട്ട് പോവാണ്. ചേന മെഴുക്ക് പറ്റി വയ്ക്കാനാണ് വിചാരിക്കണേ. അപ്പോഴേക്കും അമ്മ ചേന തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ചെറുതായി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പാത്രത്തിലാക്കി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പിട്ട് അത് വേവിച്ചെടുത്തു. നന്നായിട്ട് വെന്ത് ഉടയണ ചേനയായിരുന്നു കേട്ടോ. നന്നായിട്ട് അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു ചേന. അപ്പോൾ അടുപ്പ് കത്തിച്ച് അതിലേക്ക് ചീഞ്ചട്ടി കയറ്റി വെച്ച് ചീഞ്ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ചതച്ച് വെച്ച ഉള്ളിയിട്ട് അത് മൂപ്പിച്ച് അതിലേക്ക് മുളക് പൊടി ഇട്ട് മൂപ്പിച്ചിട്ട് ഈ അരിഞ്ഞ് വേവിച്ച് വെച്ചേക്കണ ചേന അതിലേക്ക് ഇട്ട് കൊടുത്തു. ചേന കഷ്ണങ്ങൾ അത്യാവശ്യം വലുതാക്കിയാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒന്ന് ഉടച്ചു കൊടുത്തു കേട്ടോ. ആ കയ്യിൽ വെച്ചിട്ട് ചോറ് കൂട്ടി കഴിക്കാനുള്ളതല്ലേ, അത് കാരണം അങ്ങനെ ഉടച്ചു കൊടുത്തു കയ്യിൽ വെച്ചിട്ട്. പിന്നെ കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വേവിച്ചതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് അതവിടെ വാങ്ങി മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം 4 മണിയായപ്പോഴാണ്, 4 മണി 4:30 ഒക്കെ ആയപ്പോഴാണ് അടിച്ചു വാരാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ മിറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. രാവിലെ അകം അടിച്ചു വാരിയതാണ്, എന്നാലും കരടുണ്ടായിരുന്നു. അപ്പോൾ അകം ഒന്നുകൂടി അടിച്ചു വാരി അത് കഴിഞ്ഞ് അകമൊക്കെ ഒന്ന് തുടച്ചിട്ടു. അകമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയത്. മുറ്റം അടിച്ചു വാരാനായിട്ട് അകം അടിച്ചു വാരി തുടച്ചിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയത്, മുറ്റടിച്ചു വാരാനായിട്ട്. അപ്പോൾ മുറ്റം അടിച്ചു വാരുമ്പോഴേക്കും അകത്ത് തുടച്ചിട്ടതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മുറ്റടിച്ചു വരാനായിട്ട് ഇറങ്ങിയത്. നമ്മുടെ കട്ട വെച്ചുകൊടുത്തൊക്കെ അത്യാവശ്യം കുറച്ച് സമയമെടുക്കും അടിച്ചു വാരാനായിട്ട്. അപ്പോൾ അപ്പോഴേക്കും അതും മുറ്റമൊക്കെ അടിച്ചു വാരി വരുമ്പോഴേക്കും അകമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ മുറ്റത്ത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ആകെ കാട് പോലെ പടർന്ന് പിടിച്ചിട്ട് അതിൻ്റെയൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ തൂങ്ങിക്കിടന്നിട്ട് അപ്പോൾ അതിൻ്റെ വെട്ടിക്കളഞ്ഞതിൻ്റെ നിറയെ ഇലയൊക്കെ ഉണ്ടായിരുന്നു, ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അത്യാവശ്യം അടിച്ചു വാരാനുണ്ടായിരുന്നു. അപ്പോൾ അത് അടിച്ചു വാരി ഒരു സ്ഥലത്തേക്ക് കൂട്ടിയിട്ടു. പച്ചയല്ല അതിൻ്റെ ഇല. അപ്പോൾ അടിച്ചു വാരി കൂട്ടിയിട്ട് അപ്പം തന്നെ തീയിടാൻ പറ്റില്ലല്ലോ, അത് കത്തിപ്പോവില്ലല്ലോ പച്ചയായതുകൊണ്ട്. അപ്പോൾ അടിച്ചു വാരി ഒരു സ്ഥലത്തേക്ക് കൂട്ടിയിട്ടു. അത് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ തീയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.